വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. സി എ ഫൗണ്ടേഷനിലെ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ചാപ്റ്ററായ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ആറാമത്തെ പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള 5 പാർട്ടുകളും കണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് വാച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് മാത്രം ഈ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സബ് ഫീൽഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, രണ്ടാമത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്, മൂന്നാമത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, നാലാമത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്, അഞ്ചാമത്തത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ സാലറി, ESI, PF ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ വരും. പിന്നെ അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ യൂണിറ്റുകളായിട്ടുള്ള കമ്പനികളിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിങ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എല്ലാവർക്കും അറിയാലോ, ജനറലായിട്ട് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബിസിനസ്സിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മെയിൻ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മെയിൻ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനും ഇതിൻ്റെ മെയിൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ. ഈ വീഡിയോസൊക്കെ ഒരു തവണ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ കിട്ടും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.